ഇതാണ് വാഴക്കുളം പഞ്ചായത്തിലെ പാരേത്തുകാവ് സെറ്റിൽമെന്റ്. തലമുറകളായി ഏകദേശം 8 കുടുംബങ്ങളാണ് ഈ 2 ഏക്കർ ഭൂമിയിൽ താമസിച്ചു വരുന്നത്. സ്വകാര്യ വ്യക്തി ഇത് തന്റെ ഭൂമിയാണെന്ന അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെയാണ് പ്രശ്നം ഇന്നു കാണുന്ന സ്ഥിതിഗതിയിലേക്ക് എത്തിയത്. 72 മുതൽ ഇവിടെ താമസിക്കുന്നതാണ് എല്ലാവരും. എൻ്റെ മോക്കാണെങ്കിൽ ഭർത്താവും ഇല്ലാതെ ക്യാൻസർ രോഗിയായി മരിച്ചു. 2 പിള്ളേരായിട്ട് ജീവിക്കുന്നു. ചേട്ടൻ്റെ വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്നു. ഇവിടെ നാലാമത്തെ ചേട്ടൻ്റെ വീട്ടിൽ രോഗി. എല്ലാ രോഗികളാണ് എല്ലാ വീടുകളിലും. അങ്ങനെ ജീവിക്കുന്ന ഇവർ കുടിയൊഴിപ്പിക്കുമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. എങ്ങോട്ട് പോകും? അവർ 5 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. 5 സെൻറ്റ് സ്ഥലം തന്നാൽ എവിടെ കൊണ്ടുപോയി വീട് വയ്ക്കും? ഈ 5 സെൻറ്റ് സ്ഥലം കൊണ്ട് പൈസയും കൊണ്ട് എവിടെ വയ്ക്കും വീട്? എങ്ങോട്ട് പോകും? പലയിടത്തായിട്ട് തന്നാലും ശരിയാവില്ല. ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല. ഇവർക്ക് പണമുണ്ട്, ഇവർ പണം വെച്ചെറിയാണ്. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. ഞങ്ങളെന്നും രാവിലെ പോയി കിട്ടുന്നതുകൊണ്ട് വീടും കഴിക്കണം. കേസും നടത്തി ഇങ്ങനെ 74 മുതൽ കേസ് നടത്തിയിട്ട് ഇത്രയും നാളായിട്ടും കേസ് തീർന്നിട്ടില്ല. ഇവരുടെ കാശിട്ട് കളിക്കുന്നത് കൊണ്ട് ഇവരുടെ കേസ് മുന്നിട്ട് പോകും. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പൈസ ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കേസ് നടത്താൻ ഇടയ്ക്കൊന്നും എങ്ങോട്ടും പോകാനുള്ള വകയില്ലല്ലോ. ഞങ്ങൾക്ക് ഒരിടത്തും പോകാൻ വഴിയില്ല. ഞങ്ങൾ ഇതിനകത്ത് മരിക്കുകയുള്ളൂ. ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് ഇറക്കിയാൽ ഞങ്ങൾ എല്ലാവരും പെട്രോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒഴിച്ച് അതിനകത്തിട്ട് ചാവുള്ളൂ. ഞങ്ങൾ എങ്ങും പോവില്ല. എങ്ങും പോകാൻ വഴിയില്ല. ഞങ്ങൾക്ക് വഴിയിൽ 1 സെൻറ്റ് ഭൂമി ഞങ്ങൾക്ക് വേറെ ഒരു ഇടത്തുമില്ല. ഇത് കണ്ടുവച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾ എങ്ങും പോവില്ല. ഞങ്ങളെല്ലാ വീടുകളിലും പെട്രോളും മണ്ണെണ്ണയൊക്കെ വാങ്ങി വെച്ചേക്കുക. ഇവർ വീട്ടിൽ കയറി ആക്രമണത്തിന് വന്നാൽ ഞങ്ങളെല്ലാവരും മണ്ണെണ്ണയും ഒഴിച്ചും പെട്രോൾ ഒഴിച്ചും ഞങ്ങൾ മരിക്കുകയുള്ളൂ. വേറെ ഞങ്ങൾക്ക് ഒരു നിർവാഹവും. അതാണ് ഞങ്ങളുടെ തീരുമാനം. 1974 കേസ് ആദ്യഘട്ടത്തിൽ കോടതിയിലേക്ക് എത്തുന്നത്. എന്നാൽ പെരുമ്പാവൂർ കോടതി ഈ കുടുംബങ്ങൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു. ഇവിടെ ജീവിക്കാനും കൃഷി ചെയ്യാനുമുള്ള അനുമതി ഇവർക്ക് നൽകി. എന്നാൽ സ്വകാര്യ വ്യക്തി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധി ഇവർക്ക് പ്രതികൂലമായി. ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പിന്നാലെ സുപ്രീം കോടതി വരെ പോയെങ്കിലും സുപ്രീം കോടതി വിധിയും ഈ ജനങ്ങൾക്ക്, ഈ കുടുംബങ്ങൾക്ക് പ്രതികൂലമായി തന്നെയാണ് വന്നത്. ഇവരെ ഇവിടെ നിന്നും കുടിയൊഴിപ്പിച്ച് മാറ്റണമെന്ന ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് ഈ കേസ് എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. അച്ഛൻ്റെ അപ്പൂപ്പന്മാർ ഉള്ള കേസാണ്. വർഷങ്ങളായി, 60, 70, 100 ചില്ലാനും വർഷങ്ങളായി അപ്പോഴുള്ള കേസാണ് ഇത്. ഇപ്പം ഞങ്ങൾക്ക് 2 കോടതി വിധി വന്നു. പിന്നെ സുപ്രീം കോടതി ഇവർ പണം കൊണ്ട് സ്വാധീനമാക്കി. നമ്മുടെ ഈ വാഴക്കുളം വില്ലേജിൽ വരെ ഇവർക്ക് ആധാരമില്ല, അതിൻ്റെ രേഖകളൊന്നുമില്ല. ഇത് കാശിൻ്റെ പുറമെ ഇതാക്കിയതാണ്. പുറമ്പോക്കാണ്. 19 ഏക്കർ 98 സെൻറ്റ് സ്ഥലം പുറമ്പോക്കാണ്. ഇത് അളക്കാനുള്ള ഉത്തരവ് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അത് ഇതുവരെ അവർ അളക്കാനുള്ള ഇതൊന്നും ചെയ്തിട്ടില്ല. ഒഴിഞ്ഞു പോകാൻ ഇവർ പറഞ്ഞു. ഇപ്പോൾ 5ാമത്തെ 6ാമത്തെ വരവാണത്. ഇപ്പോൾ MLA ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ പേപ്പറൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ ഇല്ലില്ല, അവർ തിരിച്ചു പോകും. ഇപ്പോൾ ഇവർ വന്ന് ഒഴിഞ്ഞു പോയാൽ ഒഴിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ 8 കുടുംബമുണ്ട് ഇവിടെ. അതിൻ്റെ മക്കളുണ്ട്, സുഖമില്ലാത്തവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരൊക്കെ സുഖമില്ലാത്തവരുണ്ട്, പശുക്കളുണ്ട്, വീടുകൾ. ഇതെല്ലാം പൊളിക്കാനാണ് ഇന്ന് വന്നത്. വ്യാജരേഖകൾ സമർപ്പിച്ചാണ് കോടതിയിൽ നിന്നും സ്വകാര്യ വ്യക്തി അനുകൂല വിധി സ്വന്തമാക്കിയതെന്നാണ് കുടുംബങ്ങളുടെ പക്ഷം. 50 വർഷത്തോളമായി ജനിച്ചു വീണ മണ്ണ് തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ഈ മനുഷ്യർ. ഇവിടെ ഒഴിപ്പിക്കാനായി ഭരണകൂടവും കൂടാതെ കോടതി അധികാരികളും എത്തുമ്പോൾ എങ്ങോട്ടേക്ക് പോകുമെന്ന ചോദ്യമാണ് ഈ മനുഷ്യർ ഉന്നയിക്കുന്നത്. 12 വർഷത്തിൽ കൂടുതൽ നമ്മളൊരു ഭൂമിയിൽ താമസിച്ചാൽ നമുക്ക് കുടിയെടുപ്പ് അവകാശം തരണ്ടേ? 120 വർഷമായിട്ട് താമസിച്ചിട്ട് ഞങ്ങൾക്ക് അത് തന്നില്ല എന്ന് പറയുമ്പോൾ അത് മേളിലിരിക്കുന്നവരല്ലേ അതിന് ഉത്തരവാദികൾ? ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഇതൊക്കെ ഞങ്ങളെന്താ ഒന്നുമില്ലാത്തവർ, പാവപ്പെട്ടവർ ആയതുകൊണ്ടാണ്, ഹരിജനങ്ങളായതുകൊണ്ടാണ് ഞങ്ങളോട് എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത്. ഇതിനൊക്കെ ഒരു ഉത്തരം ആരെങ്കിലും തരണ്ടേ? എല്ലാവരും ഇതേമാരെ വന്ന് പോകും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനൊരു ഉത്തരം ഇതേവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എത്ര നാളായി? ഇപ്പോൾ 1 വർഷത്തിന് മേളിലായി ഇങ്ങനെ ഇതുവരെ പോലീസുകാർ ആഴ്ചയിൽ വരും, പോകും, ആഴ്ചയിൽ വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചത്. ആ കൊച്ചൊക്കെ എന്തോരം അവൾ കുഞ്ഞല്ലേ, പിള്ളേരെന്തറിയാം? അവരുടെ മനസ്സിലിപ്പോൾ കയറിപ്പറ്റിയ അതൊക്കെ പോകുമോ? നമ്മൾ പിന്നെ ഇത്ര ആയതാണെന്ന് നോക്കിയാൽ ഇന്ന് ഈ പിള്ളേർ ഇങ്ങനെ തന്നെ നോക്കി കണ്ടുപിടിക്കണം. ആ പിള്ളേരെ പിടിച്ച് വലിക്കൽ, അവർ ഒരിക്കൽ എന്നൊക്കെ ആകുമ്പോൾ എന്ത് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകാനും ഇവിടുന്ന് എങ്ങും പോകില്ല എന്ന് പറഞ്ഞിരിക്കും. എങ്ങും പോകില്ല. ഇവിടുന്ന് ഇറങ്ങണമെന്ന് വെച്ചാൽ ആത്മഹത്യ, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോക്കട്ടെ, എവിടെയാണെന്ന് വെച്ചാൽ അത് ഇവരെ എടുത്തോട്ടെ. അവരെ പേടിച്ചാണ് പിള്ളേർ കഴിഞ്ഞ രാത്രിയൊക്കെ നോലോടാണ് പോലീസുകാർ വന്ന്. അന്ന് പിള്ളേരൊക്കെ വലിച്ചഴിച്ച് കൊണ്ടുപോയപ്പോൾ ഭയങ്കര കരച്ചിലേക്കായിരുന്നു പിള്ളേർ. ഞങ്ങളെന്തെങ്കിലും ഇവിടുന്ന് ഇറങ്ങൂല തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉള്ളതെല്ലാം സമ്പാദിച്ചാണ് കേസ് നടത്തുന്നത്.
അന്നന്ന് പണത് അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒന്നും സമ്പാദ്യമായിട്ടില്ല. എല്ലാ ഈ കേസിന് വേണ്ടി ഒക്കെ എടുത്തേക്കണം. പിന്നെ ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ട്, ക്യാൻസർ രോഗികളുണ്ട്. ഇവരെ കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. ഞങ്ങൾക്ക് ആത്മഹത്യയിൽ ഇനി ഒരു വഴിയില്ല. അവിടെ ഞങ്ങൾ ഇറങ്ങില്ല. കൃത്യമായ നോട്ടീസ് നൽകാതെയാണ് ഇന്ന് അഭിഭാഷക കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇവരെ ഒഴിപ്പിക്കാനായിട്ട് ഇവിടെ കോടതി അധികൃതരും പോലീസ് സന്നാഹവും എത്തിയത്. ഇത്തരത്തിലുള്ള നോട്ടീസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല? ഇല്ല, ആർക്കും ലഭിച്ചിട്ടില്ല. കാരണം ഇത് 15-ാം തീയതി വന്നപ്പോഴും ഇവർ നോട്ടീസ് കൊടുത്തിട്ടില്ല. അന്ന് MLA തടഞ്ഞാണ് നോട്ടീസ് കൊടുക്കാതെ പെരിയാർ വാലിക്കാണെങ്കിലും അടുത്ത് കിടക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും നോട്ടീസ് കൊടുക്കാതെ അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വിട്ട ആൾക്കാർ കോടതി റിപ്പോർട്ട് കൊടുത്തു അളന്നെന്നും പറഞ്ഞുകൊണ്ട്. അന്ന് കളക്ടർ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്ത് സമ്മതിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് വെച്ചാൽ പിന്നെ അവർ സമ്മതിച്ചു. പിന്നെ ഈ കളക്ടർ തന്നെ പറഞ്ഞു, നിങ്ങൾ കോടതി തിരുത്തി പറയണം, റിപ്പോർട്ട് ഈ അളവ് നടന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ പറഞ്ഞിട്ട് അവർ പിന്നെയും കൊടുത്തിട്ടില്ല. വീണ്ടും രണ്ടാമത് വന്ന് അളന്നു. അന്ന് ഞങ്ങൾ തടഞ്ഞു. അപ്പോഴും നമുക്ക് ഒരു കോടതി ഈ പറഞ്ഞ പോലെ പെരിയാർ വാലിക്ക് നോട്ടീസ് കൊടുക്കുകയോ സ്വകാര്യ വ്യക്തികൾക്ക് നോട്ടീസ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് ഇവർ നിയമപരമായല്ല ഒന്നും ചെയ്യുന്നത്. കാരണം ഈ നോട്ടീസ് കൊടുക്കുന്നത് ആർക്കും കൊടുക്കാതെയാണ്. അത് എങ്ങനെയും വന്ന് കൈയടക്കുക, വീടുകൾ പൊളിച്ചെടുക്കുക, സ്ഥലം കൈക്കലാക്കുക. ഈ കള്ളാധാരം ഉണ്ടാക്കിയതിൻ്റെ പുറത്താണ് ഇവർ കാണിച്ചു കൊടുക്കുന്നത്. ആ കള്ളാധാരം പൊളിയാതിരിക്കാനുള്ള പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പിരിഞ്ഞു പോയ നോട്ടീസ് നൽകാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഏത് നിമിഷം അവർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഓർഡർ വാങ്ങിക്കൊണ്ട്. ഇന്നിപ്പോൾ MLA ചോദിച്ചത് ഈ കമ്മീഷൻ നിയമിച്ചതിനെ കമ്മീഷൻ്റെ രേഖ കാണിക്കാൻ പറഞ്ഞു. പുള്ളിയുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തിരിഞ്ഞു പോയത്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടില്ല. 7 മുതൽ 15 ദിവസങ്ങൾ കൊടുക്കുന്നതാണ് ഇവർ പറയുന്നത്. അതുപോലും കൊടുക്കാതാണ് ഇവർ കയറി വരുന്നത്. നിയമപരമായിട്ടല്ല അവർ ചെയ്യുന്നത്. 6 തവണയായി പോലീസും കോടതി അധികാരികളും ഇവരെ ഒഴിപ്പിക്കാനായി ഇവിടേക്കെത്തി. എന്നാൽ ഈ 6 തവണയും ഇവിടേക്ക് ഒരടി കടന്നു ചെല്ലാൻ പോലീസിനെയോ കോടതി അധികാരികളെയോ ഈ കുടുംബങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കുടുംബങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.